അതുപോലെ ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് കിടിലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൗൺ ഷിഫ്റ്റ്, ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഏറ്റവും പുതിയ അപ്പാച്ചെ RTR 310, ഏറ്റവും പുതിയ മോഡലാണ്. 2025 അപ്ഗ്രേഡഡ് ആയിട്ടുള്ള മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ ഇല്ലയെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ബൈക്കുകളിൽ പോലും കാണാത്ത സാധനങ്ങൾ ഈ ഒരു വണ്ടിക്കകത്ത് TVS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ ഈ ഒരു വെർഷനിൽ 1-2 ഫീച്ചേഴ്സ് കൂടെ അധികം വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടാണ് ബൈക്ക് മാറിയിട്ടുള്ളത്. ഞാൻ ശരിക്കും ഒരു കാര്യം പറയാം, എനിക്ക് ബൈക്ക് കുറച്ച് അണ്ടർറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം ഞാൻ ഈ ബൈക്കിൻ്റെ പഴയ വെർഷൻ വന്ന സമയത്ത്, ഇത് ഓടിച്ച സമയത്തൊക്കെ ഞാൻ വിചാരിച്ചതാണ് ഒരുപാട് RTR 310 സെയിലാവും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. സെയിലിന് കുറവൊന്നുമില്ല, പക്ഷേ സ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ച അത്രയൊന്നും ബൈക്കിൽ സെയിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇതിനൊരു ജെമ്മായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഒരുപാട് സാധനങ്ങൾ ഈ ബൈക്കിൻ്റെ അകത്തുണ്ട്. ഒരു സാധാരണക്കാരന് എന്തൊക്കെ കിട്ടുമോ, അതായിരിക്കുന്നു ക്ലിയർ ക്ലച്ച്, എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ കുത്തി കയറ്റിയിട്ടുള്ളൊരു ബൈക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു TVS. കാരണം ഇങ്ങനൊരു ബൈക്ക് ഇങ്ങനൊരു പ്രൈസിന് ഇറക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഫീച്ചേഴ്സും കൂടി ആഡായിട്ട് ഈ ഒരു വേർഷന് ഒരു 10,000 രൂപ ഇങ്ങോട്ട് കുറവാണ്. അവർ പ്രൈസ് ഹൈ ആക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. ഇതൊക്കെ TVSന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അവർ കുറേ കാര്യങ്ങൾ പരിഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. 1-2-3 നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ബൈക്ക് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ആദ്യം അതൊക്കെ അവിടെ ഉണ്ടോ എന്നാണ് നോക്കിയത്. അതിൽ കുറേയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, ഒരു സംഭവം പരിഹരിച്ചിട്ടില്ല. എന്തായാലും ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ വണ്ടിയെ പറ്റി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ആദ്യം തന്നെ ഈ ബൈക്ക് വന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത് നോക്കിയത് അതിൻ്റെ ത്രോട്ടിലിൻ്റെ ഒരു റെസ്പോൺസ് ആണ്. കാരണം പഴയ RTR ഓടിച്ച സമയത്ത്, അല്ലെങ്കിൽ RR 310 ഓടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവാണ്, നമ്മൾ ത്രോട്ടിൽ അത്രത്തോളം ആക്യുറേറ്റ് അല്ല. അതായത് ചില സമയങ്ങളിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ പവർ കട്ടായിട്ടൊക്കെ, ഒരു പവർ കട്ട് വന്നിട്ടൊക്കെ പവർ വരുന്ന പോലത്തെ ഒരു ആക്യുറേറ്റ്നെസ് ഇല്ലാത്ത ഒരു ബിഹേവിയർ RTRൻ്റെയും RR 310ൻ്റെയും കാര്യത്തിൽ എനിക്ക് ഈ ഒരു റൈഡ് ബൈ വയറിൻ്റെ ഒരു സംഭവമാണ്. അത് റൈഡ് ബൈ വയറുള്ള മിക്ക ബൈക്കിനതുണ്ട്. പക്ഷേ ഈ ബൈക്കിനകത്ത് കുറച്ച് കൂടുതലായി പോയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി ഇപ്പോൾ ആ ഒരു ചാട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിന് വേറെയും കുറച്ച് കാരണങ്ങളൂടെ ഉണ്ട്. എന്തായാലും അവർ എനിക്ക് തോന്നുന്നത് റോട്ടിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാപ്പിംഗ് കുറച്ചുകൂടിയൊക്കെ നന്നാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അത്രയും ഒരു പ്രോബ്ലം ഇല്ല, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി TVS ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബൈക്ക് ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വൈബ്രേഷൻ ആൻഡ് എഞ്ചിൻ്റെ ഒരു നോക്കിംഗ്, എഞ്ചിൻ്റെ ഒരു നോയ്സ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ ഇല്ലാത്ത ബൈക്കൊന്നുമല്ല. ബട്ട് സ്റ്റിൽ അത് കുറച്ചൊക്കെ എവിടെയൊക്കെയോ ഒരു കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് എഞ്ചിൻ്റെ നോയ്സും എനിക്ക് മുമ്പത്തെ പോലെ ആ ഒരു നോക്കിംഗ് നോയ്സ് കുറച്ച് കുറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല കാര്യം. മൂന്നാമത്തെ കാര്യം, ചേഞ്ച് ഇല്ലാത്ത കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം, ആ ഒരു എക്സോസ്റ്റ് അതുപോലെ തന്നെയുണ്ട്. പണ്ടോട്ടേയുള്ള നമ്മളൊക്കെ മാറി കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു എക്സോസ്റ്റിനോട്ട് മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സോസ്റ്റ് അതുപോലെ തന്നെയുണ്ട്. ഇനി ഭാവിയിലുള്ളവരത് മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് മാറിയോ എന്നൊക്കെ നോക്കിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നല്ല കുറേ കാര്യങ്ങളിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ക്ലിയർ ക്ലച്ച് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ RR 310 കണ്ട് ഞെട്ടിയൊരു സംഭവമാണ്. അതുപോലെ ഈ സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യം, ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മുടെ ലോഞ്ച് കൺട്രോൾ വന്നിട്ടുണ്ട്. ലോഞ്ച് കൺട്രോളൊക്കെ എത്രത്തോളം നമ്മുടെ റോഡുകളിൽ ആവശ്യമുണ്ട് എന്നെനിക്കറിയില്ല. റേസ് ട്രാക്കുകളിലാണ് ആവശ്യമുള്ളത്. നമുക്ക് വേണമെങ്കിൽ സിഗ്നലിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോഞ്ച് ചെയ്തൊക്കെ എടുക്കാം എന്നേ ഉള്ളൂ. അതും റെക്കമെൻഡഡോ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളൊന്നുമല്ല. അത് റെക്കമെൻഡഡ് ഒന്നുമല്ല, പക്ഷേ ഒരു ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടോർക്ക് കൺട്രോൾ സിസ്റ്റം, ഒരു എന്താ പറയുക, നമ്മുടെ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ, അതായത് റയർ വീല് ലോക്ക് ആവാതിരിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ സാധനത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹയർ വേരിയൻറ്റിൻ്റെ അകത്ത് കീലെസ് എൻട്രി ആണ്. ഇതിൽ കീ ഉണ്ട്. ഹയർ വേരിയൻറ്റിലാണ് കീലെസ് എൻട്രി വരുന്നത്. സോ കീലെസ് എൻട്രി വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളുണ്ട്. ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. താഴോട്ടും മേലോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡിസ്പ്ലേ ഒരു Gen 2 ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. അത് പഴയ പോലെയൊക്കെ തന്നെയാണ്. ഡിജിറ്റിൻ്റെ കാര്യത്തിലൊക്കെയാണ് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എനിവേ നല്ലതാണ്. ഇതിലിപ്പോൾ റെയിൻ മോഡ് കിടക്കുകയാണ്. പിന്നെ നക്കൽ ഗാർഡ്, സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ സിസ്റ്റം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു കൂളിംഗ് സീറ്റ് ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. സീറ്റ് ശരിക്കും കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ആ കൂളിംഗ് സീറ്റ് സത്യം പറഞ്ഞാൽ നല്ലതൊക്കെ ആയിരുന്നു, പക്ഷേ അത് കംഫർട്ടിൻ്റെ കാര്യത്തിൽ അത്രയും കുറച്ച് കോംപ്രമൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീറ്റ് കൊള്ളാം. ഇതിപ്പോൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. കൂളിംഗ് സീറ്റ് ഉണ്ടോ, ഹയർ വേരിയൻറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ബൈക്കിൻ്റെ ഒരു ക്യാരക്ടർ, ബൈക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയെ പറ്റി പറയാനുണ്ട്. എന്തായാലും നമുക്ക് ഓടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഹൈവേ നമുക്കായി വെയിറ്റ് ചെയ്യാണ്. 1 ടച്ച് സ്റ്റാർട്ടാണ്. ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മതി, സ്റ്റാർട്ടാവും. എഞ്ചിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ.
പഴയ പോലെ തന്നെയാണ്. ഓക്കെ, പഴയ പോലത്തെ ഒരു സെറ്റപ്പായിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോൾ റെയിൻ മോഡിലാണ്. ഇതിൻ്റെ മോഡ്സ് ഞാൻ നോക്കിയത് സപ്പോർട്ട് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു പുതിയ ബൈക്ക് ആയതുകൊണ്ടാണ്. സ്പോർട്സും ട്രാക്കും നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ കാണിക്കും. എറർ, ത്രോട്ടിൽ വിട്ടു, കാണിക്കുന്നില്ല. അതെ, മോഡ് ചേഞ്ച് എറർ. ഓക്കെ, റെയിനി കിടക്കട്ടെ. റെയിനും അർബനേ ഉള്ളൂ. നമുക്ക് റെയിൻ ഇട്ടേക്കാം. അർബനെ കാട്ടിയും കുറച്ചുകൂടി ബെറ്ററാണ് റെയിൻ. അപ്പോൾ എന്തായാലും നമുക്കിനി ഓടിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാം. ക്വിക്ക് ഷിഫ്റ്റർ നോക്കിക്കോ. 3rd, 4th, 5th, 6th. നമുക്കിനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. സൂപ്പർ. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്വിക്ക് ഷിഫ്റ്ററാണ് ഇതിലുള്ളത്. ഞാൻ അന്ന് പഴയ വെർഷൻ ഓടിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് 390 കാട്ടിയും കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെന്ന് പറയും. കാരണം ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല യൂസ് ഉണ്ട്. അത് ഷിഫ്റ്റിംഗ് ഡൗൺ മാത്രമാണ് ഇടയ്ക്കൊരു ജെർക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യുക. ആൻഡ് അപ്പ് ഷിഫ്റ്റ് എല്ലാം കൊള്ളാം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ഈ ബൈക്കിൻ്റെ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്വിക്ക് ഷിഫ്റ്ററുള്ള വലിയ ബൈക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ആക്യുറേറ്റ് ക്വിക്ക് ഷിഫ്റ്റർ ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ ഈ പ്രൈസിന് ഇത് വളരെ നല്ല ക്വിക്ക് ഷിഫ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളിലോട്ടൊക്കെ തന്നെ പോവാം. ആദ്യം തന്നെ പറയാനുള്ളത്, വണ്ടി കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒതുക്കം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ത്രോട്ടിലിൻ്റെ ഒരു ഷാർപ്നെസ് എന്ന് പറയുന്നൊരു സാധനത്തിൽ എനിക്ക് പണ്ട് അത്ര ഒരു താല്പര്യമില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റൈഡ് ബൈ വയർ ത്രോട്ടിലിൽ എവിടെയൊക്കെയോ ഒരു ആക്യുറേറ്റ്നെസ് കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് RTRലും തോന്നിയിട്ടുണ്ട്, RR310ലും തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് കറക്റ്റാണ്, ഇടയ്ക്ക് നമുക്ക് പവർ ഒന്ന് കട്ടായിട്ട് ജസ്റ്റ് ഒരു മൈന്യൂട്ട് സെക്കൻഡ് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല വശമെന്നോ ചീത്ത വശമെന്നോ എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് അഗ്രസീവായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ത്രോട്ടിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സമയത്ത്. അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. ലോ എൻഡിൽ നല്ല ടോർക്ക് ഉണ്ട്. നമ്മുടെ GS 310 ഇരുന്ന ആ ഒരു എഞ്ചിനാണ് BMWൻ്റെ. അപ്പോൾ ആ ഒരു എഞ്ചിൻ TVS എടുത്തിട്ട് നന്നായിട്ട് പണിയെടുത്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത്. മാക്സിമം പവറും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ സ്പ്രോക്കറ്റൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് അവർ അന്ന് RR310 പണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കുറച്ചുകൂടി ടോപ്പ് എൻഡിലേക്ക് ഫോക്കസ് ചെയ്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ബാൻഡ് ടോർക്ക് കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. ലോ എൻഡിലും മോശമില്ല, മിഡ് റേഞ്ചിലും മോശമില്ല, ഹയർ RPMസിലും മോശമില്ല. അങ്ങനെ എല്ലാ RPMസിലും അത്യാവശ്യം ടോർക്ക് കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിഷ്യലി വണ്ടിക്ക് പുള്ള് ചെയ്യാനൊന്നും ഒരു പാടുമില്ല. നമുക്ക് എല്ലാ റിവ്സിലും നല്ല പവർ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ത്രോട്ടിൽ കുറച്ചൊന്ന് എന്താ പറയുക, ആക്യുറേറ്റ് അല്ലാതെ, പണ്ട് കുറച്ചുകൂടി ആക്യുറേറ്റ് അല്ലായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് ഇനിഷ്യലി ആ ഒരു തെറുപ്പൊന്ന് കൂടും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പേടിയായി എന്ന് വരും. അതായത് ബിഗിനറായിട്ടുള്ള കുറച്ച് ISCC ബൈക്ക് ഓടിക്കാത്ത ഒരാൾ ചിലപ്പോൾ ഒന്ന് എടുത്ത് കൈ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു തെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു ത്രോട്ടിൽ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം മാറിപ്പോയോ ഈ വണ്ടിയിൽ, അത് പോയോ, അത് നന്നാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറേയൊക്കെ അവർ എനിക്കൊന്ന് ത്രോട്ടിൽ മാപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ ആ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിൻ്റെ സ്പ്രോക്കറ്റ് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്, വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്പ്രോക്കറ്റ് കുറച്ചിട്ടുണ്ട് തീത്ത്. അതായത് ഇനിഷ്യൽ ഒന്ന് ലീനിയർ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിഷ്യൽ RPMസിലെ പവർ കുറച്ചൊന്ന് ലീനിയർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ചാട്ടം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയത് വെച്ച് നോക്കുമ്പോൾ അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നല്ലതാണ്. കാരണം മറ്റതൊരു ഇറഗുലർ ആയിട്ടുള്ളൊരു ചാട്ടമായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചാട്ടമൊക്കെ ചാടുമായിരുന്നു. ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അതാണ് എനിക്ക് TVSൻ്റെ അടുത്ത് ഫസ്റ്റ് നന്നായി എന്ന് പറയാൻ പറ്റുന്നൊരു പോയിന്റ്. ആൻഡ് എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നോയ്സിയാണ്. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറിൻ്റെയൊക്കെ അവർ നന്നായിട്ട് വെയിറ്റ് കൂട്ടി അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ എഞ്ചിൻ നോയ്സിയാണ്. എഞ്ചിൻ ഒരു റിഫൈൻ നോയ്സ് ഒന്നും അല്ല വരുന്നത്. അവിടെയാണ് ഞാൻ എക്സോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നമുക്കൊരു നല്ലൊരു എക്സോസ്റ്റ് നോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ നോയ്സ് ഒന്നും അധികം ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നമ്മളെ എക്സോസ്റ്റിൻ്റെ ഒരു ബും 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 സൗണ്ട് കേട്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ എക്സോസ്റ്റും കുറച്ച് കാമാണ്. നമ്മളൊന്ന് ഹയർ എൻഡിലേക്ക് കയറ്റി പിടിച്ചാലായിരിക്കും എക്സോസ്റ്റും കുറച്ചൊന്ന് എന്താ പറയുക ലൗഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ നോയ്സ്, എഞ്ചിൻ്റെ ഒരു നോക്കിംഗ് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ കമ്പയർ
കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു പഴയ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നോക്കിംഗ് ഒക്കെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആൻഡ് പഴയ പവർ ഫിഗേഴ്സ് തന്നെയാണുള്ളത്, കൂട്ടിയിട്ടില്ല. നമ്മുടെ R310 കൂടിയ പോലെയൊന്നും കൂട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് മോർ ദാൻ ഇനഫാണ്. വണ്ടിയുടെ ഒരു പവറും വണ്ടിയുടെ ഒരു പെർഫോമൻസും വണ്ടിക്ക് കൈ കൊടുത്താലുള്ള റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് മാരകമാണ്. നിങ്ങൾ വണ്ടി കണ്ട് നല്ല രീതിക്ക് എൻക്വയറി ചെയ്യുക. അതിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ബൈക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കതിർ TVS ആണ്. തിരുവനന്തപുരത്ത് കരമനയുള്ള കതിർ TVS ആണ് നമുക്ക് ബൈക്ക് തന്നിട്ടുള്ളത്. സോ നേരെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് ഉണ്ട്. അവരായിരുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കസ്റ്റമർ ഡെലിവറി കൊടുത്ത ടീം. അപ്പോൾ നിങ്ങൾക്ക് RTR R310 ഏത് ബൈക്ക് വേണമെങ്കിലും അവരുടെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലോ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസിനോ അവിടെ പോയാൽ മതി. അപ്പോൾ നേരെ കതിർ TVSനെ ഫോളോ ചെയ്തോളൂ. അവരിതിൻ്റെ എന്തൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അവരെ നോക്കിയാൽ മതി. പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, വണ്ടി ഓടിച്ച് നോക്കുക നിങ്ങളുടെ ഒരു മാനറിന് പറ്റുന്നതാണോ എന്നുള്ളത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറേ ബൈക്ക് ഉണ്ട്, മെയിനായിട്ടും ഡ്യൂക്ക് 390 ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് വണ്ടിയെ പറ്റി മാത്രം പറയാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു അണ്ടർ റേറ്റഡ് ബൈക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ച അത്രയും ഞാൻ റോഡിൽ ഈ ബൈക്ക് കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ബൈക്ക് ഭയങ്കര കിടിലമാണ്. വണ്ടി ഓടിക്കാനുണ്ട്. ഡയറക്ഷൻ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയോ സിറ്റി ട്രാഫിക്കിലായിരുന്നാലും എവിടെയായിരുന്നാലും എവറി ഡേ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നൊരു ബൈക്കാണ്. കാരണം ഭയങ്കര നിമ്പിളാണ് വണ്ടി. പിന്നെ എല്ലാ റേഞ്ചിലും നല്ല പവറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ഓടിക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മാക്സിമം റിട്ടേൺ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നൊരു സാധനം TVS ഇതിൻ്റെ മണ്ടയിൽ കൊണ്ട് നിറച്ചിട്ടുണ്ടെന്ന് പറയാം. അതിൽ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് ഇരുന്നിട്ട് പോലും മിക്ക ബൈക്കുകൾക്കും ഫീച്ചേഴ്സ് കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സെൻസർ എററുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. TVSൻ്റെ കാര്യത്തിൽ അത് വളരെ കുറവാണ്. ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതാണ് മനസ്സിലായത്. പിന്നെ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈവൻ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് മതി വണ്ടിയെ പിടിച്ച് നിർത്താനായിട്ട്. അത്രയും തന്നെ ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളും തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അന്ന് ഫസ്റ്റ് ടൈം RTR310 ഓടിച്ച അന്നേ ഞാൻ നോക്കിയൊരു സംഭവമാണ്. ഭയങ്കര ഈസിയാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഡയറക്ഷൻ ചേഞ്ച് ഭയങ്കര രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി തിരിക്കാനും മാറ്റാനും ഒന്നും ഒരു പാടുമില്ല. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അവരുടെ കിറ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് 6 ആക്സസ് IME ഒക്കെ ഉണ്ട്. അതായത് വീലി കൺട്രോള്, റയർ വീല് ലിഫ്റ്റ് ഓഫ് കൺട്രോള്, പിന്നെ എന്താ പറയുക, എനിക്കൊന്ന് ലീൻ ആംഗിൾ സെൻസർ, കംപ്ലീറ്റ് കാര്യങ്ങളും വരും. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്കുകളിൽ കാണുന്ന സാധനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും അട്രാക്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൈസ് പോയിൻ്റാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാനിവിടെ കൊടുത്തേക്കാം. എന്തായാലും വാല്യൂ ഫോർ മണി അല്ല എന്ന് നമുക്ക് ഒരിക്കലും ഈ വണ്ടിയെ നോക്കി പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ഫീച്ചേഴ്സ്, അത്യാവശ്യം നല്ല പവർ, മോശമില്ലാത്ത മൈലേജ്. ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒരു 25 to 30 ഇടയിലാണെന്നാണ് പറയുന്നത്. കുറേ പേർക്ക് 30 പുറത്തുണ്ട് എന്ന് എൻ്റെ അടുത്ത് കുറേ ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നൊരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആലോചിക്കാവുന്നതാണ് ഈ ഒരു വണ്ടിയെ പറ്റി. പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും ഡെഫിനറ്റ്ലി TVS ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ ഇല്ല ആ ഒരു കാര്യത്തിൽ. അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഇത്രയും എന്താ പറയുക അപ്ഡേഷൻസ് കൊണ്ടുവന്ന് ഇനി നെക്സ്റ്റ് ഇതിൽ എന്താണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതായിരിക്കും TVSൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം അത്രയും അപ്ഡേഷൻസ് ഓൾറെഡി ഈ വണ്ടിക്കകത്ത് ആയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറയണ്ട, TVS ആണ്, അവർക്ക് അറിയാം ഇന്ത്യൻ റോഡ് എങ്ങനെയാണ്, ഇന്ത്യൻ റോഡ്സിൽ എങ്ങനെയായിരിക്കണം ആളുകൾ ആഗ്രഹിക്കുന്ന സസ്പെൻഷൻ എന്നുള്ളത്. പക്ഷേ ഇതൊരു സ്പോർട്സ് ബൈക്കാണ്, അതുകൊണ്ട് തന്നെ അവർ കുറച്ചൊന്ന് ഹാർഡർ സൈഡിലാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. എന്നാലും ഭയങ്കര ഹാർഡറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള റോഡുകൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ റോഡ് കാണുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെറിയ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് സസ്പെൻഷൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, ബട്ട് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതുപോലൊരു കുറച്ച് എന്താ പറയുക സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കിൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. എന്നാലേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇത് കോർണർ ചെയ്യാൻ ശരിക്കും കോൺഫിഡൻസ് കിട്ടുന്നൊരു ബൈക്കാണ്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സാധനമാണ്. പ്ലസ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ടയേഴ്സ് മിഷലിനാണ്, നല്ല എക്സ്പെൻസീവ് ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ സസ്പെൻഷൻ്റെയും ഈ ബൈക്കിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും ഇതിൻ്റെ ഒരു ചെറിയ
ചെറിയൊരു എന്താ പറയുക പോക്കറ്റ് ഫീലും പ്ലസ് ആ ഒരു കോർണർ ചെയ്യുന്നതിൻ്റെ ഒരു ഫീലും കൂടി ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവലാണ് കിട്ടുന്നത്. സോ ടി വി എസ് ആണ് അവർ എല്ലാ ബൈക്കും റേസ് ട്രാക്കിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിക്കാണ് അവർ ട്യൂൺ ചെയ്യാറുള്ളത്. ഞാൻ അവരുടെ 160 RTR റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു ആ ബൈക്ക് പോലും അവർ റേസ് ട്രാക്കിൽ കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഔട്ട്പുട്ട് എടുത്തിട്ടാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം വണ്ടി ഏത് രീതിക്കായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് കിടിലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൗൺ ഷിഫ്റ്റ്, ഓ മൈ ഗോഡ്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെയുള്ള എൻജിൻ്റെ സൗണ്ട്, ആ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ട് നല്ല രസമുണ്ട്. എക്സോസ്റ്റ് കിടിലാണ്, പക്ഷേ നമ്മളൊന്ന് റിങ് ചെയ്ത് പിടിച്ചാലേ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. വണ്ടി വളരെ ക്യുക്കാണ്, പെട്ടെന്ന് 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 തന്നെയാണ് വണ്ടി കയറി പോകുന്നത്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഹയർ എൻഡിലെ സൗണ്ട് നല്ല രസമുണ്ട്, പക്ഷേ ലോവർ എൻഡിൽ നമ്മൾ ടിപ്പിക്കലി കേൾക്കുന്ന ഒരു നോർമൽ സൗണ്ട് പോലെ ഉള്ളൂ. അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന്. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വണ്ടിയുടെ കാര്യം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറിൽ എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പവറിലോ കാര്യങ്ങളോ ഒന്നും മാറ്റമില്ല, പക്ഷേ വണ്ടി ഒന്ന് ഇനിഷ്യലി ഒതുങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇനിഷ്യലി ഒതുങ്ങുന്നത് ഒരു നല്ല കാര്യമാണോ? അപ്പോൾ നന്നായിട്ട് റിങ് ചെയ്ത് ഓടിക്കുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ഇനിഷ്യൽ പവർ കുറഞ്ഞോ, എന്നാൽ പിന്നെ അത് നല്ലൊരു കാര്യം അല്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒരു ഇറഗുലറായിട്ടുള്ള ഒരു പവർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതി, ത്രോട്ടിലിൻ്റെ ഒരു ഇറഗുലർ ഫീലും കാര്യങ്ങളൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ പഴയ പോലെ അത്രയും ഭീകരമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ വെർഷൻ എടുത്ത് ഓടിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ചിലപ്പോൾ പഴയ വെർഷനാണ് കൂടുതൽ അഗ്രസീവ് എന്ന് തോന്നിയേക്കാം. അത് സ്വാഭാവികമാണ്. അത് ത്രോട്ടിലിൻ്റെ ഒരു റെസ്പോൺസ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി തീത്ത് കുറഞ്ഞപ്പോൾ വണ്ടി ഇനിഷ്യലി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലീനിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് പുതിയ RTR 310 എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം വണ്ടിയുടെ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റമല്ല ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് മാറ്റങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് വൈബ്രേഷനൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വണ്ടി കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓടിക്കാനും നല്ല എന്താ പറയുക സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റിൽ നല്ല രസമുണ്ട്, ഓടിക്കാനുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നോർമലായിട്ടുള്ള റൈറ്റ് വീലിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്പെക്കുകൾ കംപ്ലീറ്റ്ലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഖത്തർ TVS TVM കരമന, അവരാണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങളോ അല്ലെങ്കിൽ EMI ഓപ്ഷൻസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരെ വിളിച്ചാൽ മതി. അത് RTRൻ്റെ മാത്രമല്ല TVSൻ്റെ കംപ്ലീറ്റ് ബൈക്കുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാനിപ്പോൾ ചെന്നപ്പോഴും കുറേ വണ്ടികൾ ഇരിക്കുന്നത് കണ്ടു, പുതിയത് തന്നെ. അപ്പോൾ നേരെ ഖത്തർ TVSനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ RTR 310 റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ. നല്ല ക്രോസ് വിൻഡാണ്, ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. നേരെയല്ല വരുന്നത്, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.